ഇവന്റെ ഭാര്യ തിരുവാഭരണം മോഷിച്ചോണ്ട് ഒളിച്ചോടിയെങ്കില് നാളെ ഇവന്റെ പിള്ളേരും എന്തെല്ലാം മോഷിക്കണമെന്ന് ആര് കണ്ടു? ഈ കള്ളക്കൂട്ടങ്ങൾ എനിക്ക് ഇവിടെ വേണ്ട. എല്ലാം ഇവന്റെ കഴിവുകളാ. അതുകൊണ്ടല്ലേ ഇവന്റെ ഭാര്യ പൂജാരിയോടെ ഒളിച്ചോടിയത്. അതിന് അവൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ഇവനല്ലെന്ന് ആര് കണ്ടു? എന്തായാലും ആ തിരുവാഭരണം ഇനി കിട്ടാൻ പോണില്ല. അത് ഇവന്റെ കയ്യിൽ നിന്ന് ഈടാക്കാനും പറ്റില്ല. എല്ലാം കൊണ്ട് ദൈവദോഷം ഉണ്ടാക്കി ഇവറ്റകളെ ഈ നാട്ടിൽ നിന്ന് തന്നെ തല്ലി ഓടിക്കാൻ വേണ്ടത്. ഇനി അവനെ വിചാരണ ചെയ്തോണ്ടിരിക്കാൻ പറ്റൂല. ഇവിടെ നിന്ന് അടിച്ചോടിച്ചേ പറ്റൂ. ഈ രാത്രി തന്നെ ഇവരെ ഇവിടെ നാട് കടത്തണം. മുതലാളി ഒന്ന് മൂളിയാ മതി. ഇവരെ അടിച്ചോടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. ഒന്നിനെ ഇവിടെ നിർത്താൻ പറ്റില്ല. എല്ലാത്തിനും അടിച്ചോടിക്കണം. ഇവരൊക്കെ ഈ നാട് ഈ നാടിന് ആവശ്യമാണ്. നിർത്ത്. ശരി, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അയ്യോ, ഇനി ഇവരെ ഈ നാടിന് വേണ്ട. വേളം വെക്കില്ലേ? ഞാൻ ഒന്ന് പറഞ്ഞത് കേട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞ കേൾക്ക്. ഇനി ഇതുപോലുള്ള എന്ത് ചെയ്യും? ഇവരിവിടെ വേണ്ട. അതെ, അന്നേ പറഞ്ഞല്ലേ ഇവരോട്. ഞാനൊന്ന് പറഞ്ഞത് കേൾക്ക്. എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നിർത്ത്. പത്മനാഭൻ എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. എന്ന് പറഞ്ഞാലും ശരി, ഇവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. നിങ്ങളെ അടിച്ചോടിക്കുന്നു പറഞ്ഞല്ലോ. എന്ത് തെറ്റിന്റെ പുറത്താ ഇവരെ അടിച്ചോടിക്കുന്നു പറയുന്നേ? തിരുവാഭരണം മോഷ്ടിച്ചത് ഇവരാണോ? അല്ലല്ലോ. കട്ടവനെ കിട്ടില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക. ശങ്കരന്റെ ഭാര്യയും ശാന്തിക്കാരനും തിരുവാഭരണം കൊണ്ട് ഒളിച്ചോടിയതിന് ശങ്കരനും കുഞ്ഞുങ്ങളെ എന്ത് പിഴച്ചു? അവര് മോഷണം മാത്രമല്ല നടത്തിയത്, ഇവരെ ചതിക്കുക കൂടെ ചെയ്തത്. അതെന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്തത്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിപ്പോ എന്ത് നീതിയാണ് നിങ്ങളിവിടെ നടപ്പിലാക്കാൻ പോണത്? നിരപരാധികളെ ശിക്ഷിക്കുന്നതാണോ നിങ്ങളുടെ ഭാഗത്തുള്ള നീതി? അതെ, ഈ നാട്ടുകാർ പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് ജയദേവ മുതലാളിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഇവരെ നാട് കടത്താൻ ആർക്കാണ് അധികാരമുള്ളത്? നമുക്ക് ആർക്കും അധികാരമില്ല. അതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഈ കോടതിയാ. ശങ്കരനും മക്കളും കോടതി പോയാലേ ജയദേവ മുതലാളി ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാരും ജയിലഴിയെണ്ണും. ഇവരെ ഈ നാട്ടിൽ തോടിച്ചാലേ ഇവരെ കൊണ്ട് ഞാൻ കോടതി പോവും. ജയദേവ മുതലാളി ആയിരിക്കും ഒന്നാം പ്രതി. എന്താ അത് വേണോ? അയ്യോ, അതൊന്നും വേണ്ട. പത്മനാഭൻ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഇവരിവിടെ തന്നെ ജീവിക്കും. മുതലാളി, ഇവരോട് മര്യാദയ്ക്ക് പിരിഞ്ഞു പോകാൻ പറയും. പത്മനാഭൻ പറഞ്ഞതാണ് ശരി. നമ്മൾ ഇവരെ ശിക്ഷിക്കാൻ പാടില്ല. അത് തെറ്റാണ്. നിയമപരമായിട്ട് അത് വലിയ കുറ്റവുമാണ്.